ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഉരുളക്കിഴങ്ങും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 4 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഉരുളക്കിഴങ്ങിൽ നിന്ന് വരുന്ന പൊടിയെല്ലാം പോയി കിട്ടാനാണ് ഇത് കഴുകിയെടുത്തത്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 4 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും. ചാട്ട് മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, സ്കിപ്പ് ചെയ്യരുത്. കടലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഴിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു വശം പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 തവണ ആയിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 വശം ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കും കൂടെയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഉടനെ വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.